ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോടാണ്. ധാരാളം മുജാഹിദുകളായിട്ടുള്ള സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കാറുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവരെല്ലാവരും തെറ്റിദ്ധരിച്ചു പോയതാണ്. സുന്നാളെപ്പറ്റി സംശയമില്ല, സുന്നാളെപ്പറ്റി ഒരു സംശയമില്ല, ഉറപ്പാണ് ശിർക്കിലാന്ന്. എന്താ സംശയം? നമുക്കൊരു സംശയമില്ല. ഹൃദയത്തിൽ സീല് വെക്കപ്പെട്ട മുജാഹിദ് പണ്ഡിതന്മാരെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലുള്ള സകലമാന സുന്നി വിശ്വാസികളും ഇവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അല്ലെങ്കിൽ മുശ്രിക്കാണ് എന്നാണല്ലോ ഇവരുടെ വിശ്വാസം. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഇവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് എന്ന് 100% എനിക്ക് ഉറപ്പാണ്. കാരണം അവരുടെ സംസാരം അങ്ങനെയാണ്. അവർ പറയാറുള്ളത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഷിർക്കിലായിരിക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. അവരൊരു പക്ഷേ എന്താണ് പ്രാർത്ഥന, എന്താണ് ആരാധന എന്നൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഒരു സുന്നിയെക്കുറിച്ചും നിങ്ങൾക്ക് കാഫിർ എന്നോ മുശ്രിക്ക് എന്നോ വിശ്വസിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഇത് ഉണർത്തുന്നു എന്ന് മാത്രം. നിങ്ങളുടെ തന്നെ മുജാഹിദുകളുടെ തന്നെ പ്രസിദ്ധീകരണമായ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൽ നിന്ന് ഞാനൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഇത് KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇതിൽ തന്നെ പറയുന്നതായിട്ട് കാണാം, പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ മക്ബറയോ എന്തായാലും, മക്ബറയായാലും ശരി, കല്ലായാലും ശരി, എന്തായാലും ശരി, ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. അപ്പോൾ നമുക്കിവിടെ വിഷയം സിമ്പിളായി മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായിട്ടുള്ള ആളുകളോട് സുന്നികൾ സഹായം അഭ്യർത്ഥിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അവർക്ക് മുശ്രിക്ക് എന്ന് അവർ പരിചയപ്പെടുത്തി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരോട് ഇസ്തിഗാസ നടത്തിയാൽ, പ്രവാചകന്മാരോട് സഹായം തേടിയാൽ, ആ പ്രവാചകന്മാരെ കുറിച്ച് ആരാധ്യനെന്നോ അതല്ലെങ്കിൽ ഇലാഹാണ് എന്നോ ദൈവികമായ കഴിവുകൾ അവർക്കുണ്ട് എന്നൊക്കെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അത് ശിർക്കാവുകയുള്ളൂ എന്നാണ് നിങ്ങളുടെ പുസ്തകം തന്നെ പറയുന്നത്. അപ്പം നമ്മളെക്കുറിച്ച് സുന്നികളായ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ച് അവർ അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ആരാധനക്കർഹരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും തന്നെ ഇല്ല.